പുള്ളിക്കാരന്റെ പുള്ളിക്കാരന്റെ ഇതെന്ന് പറഞ്ഞാൽ പോവും വരും പോകുന്നാണ്. ഇപ്പം കുറച്ച് പോയിരിക്കുകയായിരുന്നു. അതിന്റെ ക്ലൈമാക്സ് എന്തോ വലിയൊരു പോരായികയായിട്ട് എനിക്ക് തോന്നുന്നത്. ഞാന്റെ കുറച്ച് ഗ്യാപ്പിന് ശേഷം വരുന്ന അത്യാവശ്യം ഒരു നല്ലൊരു സ്ക്രിപ്റ്റ് സെലക്ഷൻ തന്നെ പറയാം പടത്തിനെ കുറിച്ച്. പിന്നെ എന്താ പറയാ, ഒരു ക്രൈമിനെ കുറിച്ചാണ് പറയുന്നത്. ബാങ്കിൽ നടക്കുന്ന സംഭവമാണ്. നമുക്കത് ഒരു ടീച്ചർ കാണുമ്പോൾ തന്നെ അതിന്റെ ഒരു ഐഡിയ കിട്ടുന്നതാണ്. എല്ലാവരും നല്ല രീതിക്ക് തന്നെ അഭിനയിച്ചിട്ടുണ്ട്. ഒന്നും ബോറില്ല. ഇതിന്റെ നമ്മളെ ഇര എന്ന് പറഞ്ഞ മൂവിയുടെ സ്ക്രിപ്റ്റ് റൈറ്ററിന്റെ ഫസ്റ്റ് ഡയറക്ഷൻ വെഞ്ചറാണ്. അപ്പൊ അതുകൊണ്ട് അത്യാവശ്യം പടത്തിന്റെ അകത്ത് ഇത് കാണുമെന്ന് വിശ്വസിച്ച് തന്നെയാണ് ഇറങ്ങിയത്. അത് എനിക്ക് ഒരിക്കലും നിരാശ വന്നില്ല. നല്ലൊരു മൂവി തന്നെയാണ് പാർട്ട്നേഴ്സ്. പക്ഷെ ഇത് ആൾക്കാരുടെ ഇടയിൽ അത് വർക്ക്ഔട്ട് ആവുമോ ഇല്ലേന്നൊന്നും അറിയത്തില്ല. കാരണം ധ്യാന്റെ കുറെ പടങ്ങൾ ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് ഇറങ്ങി വരുന്നുണ്ട്. ചിലത് ക്ലിക്കാവും, ചിലത് ക്ലിക്ക് ആവൂല. അപ്പൊ ആൾക്കാർ പ്രതീക്ഷ കുറവാണ് ഇങ്ങനത്തെ പടങ്ങളെല്ലാം കാണാൻ. പക്ഷെ ഇത് നിങ്ങൾക്ക് ധൈര്യമായിട്ട് കയറാം. 100% ഉറപ്പാണ്. നല്ലൊരു മൂവിയാണ്. തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് എന്നെ കാണേണ്ട ഒരു ക്രൈം സംഭവമാണ് പടം. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പുള്ളിക്കാരന്റെ ഇതെന്ന് പറഞ്ഞാൽ വരും പോകുന്നാണ്. ഇപ്പം കുറച്ച് പോയിരിക്കുകയായിരുന്നു. അപ്പൊ തിരിച്ച് പുള്ളിക്കാരൻ വീണ്ടും വന്നു. ഒരു ഗ്യാപ്പിന് ശേഷം ഒരു നല്ലൊരു മൂവി, ധ്യാന്റെ സൈഡിൽ നിന്ന് ഒരു നല്ലൊരു മൂവി തന്നെ എനിക്ക് പ്രത്യേകിച്ച് എടുത്തു പറയുന്ന ഒരു പടമാണ് പാർട്ട്നേഴ്സ്. എനിക്കൊരു ബോറൊന്നും തോന്നിയിട്ടില്ല, ലാഗും തോന്നിയിട്ടില്ല. ആ ഒരു മൂഡിൽ തന്നെ നമുക്ക് ഇരുന്ന് കാണാൻ പറ്റിയ ഒരു നല്ല പടം തന്നെയാണ്. ഇനിയിപ്പം വലിയ പടങ്ങളൊക്കെ ഒരുപാട് വരുന്നുണ്ട്, റിലീസ് ചെയ്യുന്നുണ്ട്. അപ്പോഴത്തേക്ക് ഈ ഒരു ചെറിയ പടം മുങ്ങിപ്പോകരുതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. എല്ലാവരും തീർച്ചയായിട്ടും തിയേറ്ററിൽ വന്ന് കണ്ട് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു മൂവി തന്നെയാണ് പാർട്ട്നേഴ്സ്. പൊതുവിൽ കൊള്ളാം. അത്രയും സമയം ഒരു മുഷിപ്പ് തോന്നില്ല, അതേ പറയാനുള്ളൂ. അത്ര കാര്യമായ സിനിമ സ്ട്രൈക്ക് ചെയ്തില്ല. അതിന്റെ ക്ലൈമാക്സ് എന്തോ വലിയൊരു പോരായികയായിട്ട് എനിക്ക് തോന്നുന്നത്. അത്ര അങ്ങോട്ട് അവിടെ പ്രേക്ഷകർക്ക് ക്ലിയർ ആയില്ല. കൊള്ളാം. ഫസ്റ്റ് ഹാഫ് കഴിഞ്ഞപ്പം കൊള്ളാം. ത്രില്ലിംഗ് ഉണ്ട്, കുഴപ്പമില്ല, കണ്ടോണ്ടിരിക്കാം. കൊള്ളാം. കുറച്ച് മെച്ചപ്പെട്ട പടം എന്ന് വെച്ചാൽ റീസെന്റ് വന്നതിലും ധ്യാന്റെ കുറച്ച് ഭേദപ്പെട്ട പടം. അത്ര വലിയ ട്രെയിലർ കണ്ടിട്ടാണ് വന്നത്. റൈറ്റർ ഡയറക്ടർ അത് കണ്ടിട്ടാണ് വന്നത്. കുഴപ്പമില്ല, എബോ ആവറേജ്. എടുത്തു പറയാൻ നല്ലൊരു സ്ക്രിപ്റ്റ് ഉണ്ട്. അത് നീറ്റായിട്ട് മേക്ക് ചെയ്ത് പോയിട്ടുണ്ട്. ആവറേജ് ഒരു എബോ ആവറേജ് പോയിട്ടുണ്ട്. ധ്യാന ആസ് യൂഷ്വൽ അതേപോലെ പോയിട്ടുണ്ട്. ഷാജു നന്നായിട്ടുണ്ട്. ശ്രീനിവാസന്റെ പടം എക്സ്പെക്ട് ചെയ്ത് വന്നവർക്ക് ഇതൊരു വിരുന്നാണ്. കാരണം ബാക്കിയുള്ള സിനിമ അപേക്ഷിച്ച് മെച്ചപ്പെട്ട സിനിമ. ഒരു സസ്പെൻസ് നിലനിർത്തി പോകുന്നുണ്ട്. കുറച്ച് ലോജിക്ക് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നിരുന്നാലും കണ്ടിരിക്കാവുന്ന ഒരു പടമാണ്. പടം ഒരു ത്രില്ലറാണ്. ത്രില്ലിംഗ് അങ്ങനെ സീറ്റ് അടിച്ച് അങ്ങനെ ത്രില്ലിംഗ് ഇല്ല, പക്ഷേ സസ്പെൻസ് ഉണ്ട്. എന്താവും എന്നുള്ളൊരു ക്യൂരിയോസിറ്റി പടം നിലനിർത്തി പോകുന്നു. നല്ല ഡയറക്ഷൻ, നല്ല പുതുമയുള്ള ഒരു കഥയാണ്. കണ്ടിരിക്കാനുള്ളത് സൂപ്പർ. ഒന്നും പറയാനില്ല, കൊള്ളാം. ഇൻവെസ്റ്റിഗേഷൻ ആണ്, നല്ല പടം.